ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥനായ ദൈവം, നമ്മുടെ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ മാന്യനാക്കി തീർക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ ദർശനവും അനുഗ്രഹത്തെപ്പറ്റിയുള്ളൊരു വാഞ്ചയും അത് പ്രാപിച്ചെടുക്കുവാനുള്ള സമർപ്പണവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. ഇന്നത്തെ വിഷയം നമ്മിൽ മറഞ്ഞിരിക്കുന്ന സമ്മാനം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ആകയാൽ ഭയപ്പെടേണ്ട, യേശു പറഞ്ഞതാണ്, ഏറിയ കുരുകളിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഭൂമിയിൽ അനുഗ്രഹം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെയും അനുഗ്രഹം. അവിടെ പല കിരീടങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും അവിടെ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മെ ഏറ്റുപറയുന്ന കർത്താവായ യേശു ക്രിസ്തു ഏറ്റുപറയുന്ന ഒരു സമയമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ സംഗീത നാടക രംഗത്ത് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആൻ്റോണിയോ റോസിനി. ഒരിക്കൽ ഫ്രാൻസിലെ രാജാവ് റോസിനിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു, ഒരു വാച്ച് സമ്മാനിച്ചു. റോസിനി ഇതൊരു നിധിയായി കരുതി തന്നെ സന്ദർശിച്ച സുഹൃത്തിനെ റോസിനി വാച്ച് കാണിച്ചു. ഇതിൻ്റെ യഥാർത്ഥ വില എന്താണെന്ന് റോസിനി മനസ്സിലാക്കിയിട്ടില്ലെന്ന് സുഹൃത്ത് പറഞ്ഞു. രാജാവിൻ്റെ സമ്മാനമായതിനാൽ ഇതിനെ അമൂല്യ നിധിയായി തന്നെയാണ് കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഒരു കാര്യം മാത്രമല്ല ഇതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നതെന്ന് ആ സുഹൃത്ത് പ്രതികരിച്ചു. അദ്ദേഹം ആ വാച്ചിൻ്റെ പിന്നിൽ രഹസ്യമായി ഘടിപ്പിച്ചിരുന്ന ഒരു സ്പ്രിങ്ങിൽ വിരലമർത്തി വാച്ചിൻ്റെ പിന്നിലെ അറ തുറന്നു. അതിനുള്ളിൽ റോസിനിയുടെ ചിത്രം ആലേഖനം ചെയ്തിരുന്നു. വാച്ചിനേക്കാൾ വിലപിടിപ്പുള്ള ഒരു ചിത്രമായിരുന്നു അത്. യഥാർത്ഥത്തിൽ രാജാവ് റോസിനിക്ക് നൽകിയ ആ അമൂല്യ സമ്മാനം. പക്ഷേ അത് അദ്ദേഹത്തിന് അതുവരെയും മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെന്ന് മാത്രം. വാച്ച് ഉപയോഗിച്ചിരുന്നത് റോസിനി ആയിരുന്നെങ്കിലും അതിൻ്റെ യഥാർത്ഥ വില മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിനായില്ല. കാരണം പുറമേയുള്ളത് മാത്രമായിരുന്നു അദ്ദേഹം എപ്പോഴും കണ്ടിരുന്നത്. ഒരിക്കൽ പോലും അതിനുള്ളിലേക്ക് നോക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. അതിൻ്റെ ടെക്നിക്ക് അറിയത്തുമില്ലായിരുന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മുടെ പക്കൽ വേദപുസ്തകമുണ്ട്. അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും നമുക്ക് ഈ ഭൂമിയിലും സ്വർഗത്തിലും എന്തൊക്കെയാണ് കർത്താവ് തരുന്നത്. നമുക്ക് ഉള്ളറയിലേക്ക് നോക്കണം വേദപുസ്തകത്തിലൂടെ. നിങ്ങളുടെ ഉള്ളിലെ മനോഹരമായ ആ ചിത്രം കണ്ടെത്താൻ ഇനിയും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? കർത്താവ് തൻ്റെ അമൂല്യമായ ചിത്രം നിങ്ങളുടെ ഉള്ളിൽ പതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം തുറക്കുവാൻ ദൈവത്തെ അനുവദിക്കേണ്ടതുണ്ട്. കർത്താവ് പറയുന്നത് നിങ്ങൾ വിശേഷതയുള്ളവരാണെന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ കർത്താവ് വസിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതാണ് വേദപുസ്തകം പറയുന്നത്. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ. യോഹന്നാൻ 4:4 നിങ്ങളിലുള്ളവൻ ഈ അവൻ അവിടെയുണ്ട്. നിങ്ങളിലുള്ള കർത്താവാണ് നിങ്ങളെ ശ്രേഷ്ഠതയുള്ളവനാക്കുന്നത്. കേട്ടോ നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് ഉള്ള കുടുംബത്തിൻ്റെ ആയിരിക്കാം, ജോലിയുടേതായിരിക്കാം, പണത്തിൻ്റേതായിരിക്കാം, ബുദ്ധിയുടേതായിരിക്കാം, വലിയ സഭയുടേതായിരിക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ നിങ്ങളെ ശ്രേഷ്ഠതയുള്ളതാക്കുന്നത് നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തു മുഖാന്തരമാണ്. 1971 ഒക്ടോബർ മാസം 1-ാം തീയതി വരെ എൻ്റെ 29ാമത്തെ വയസ്സ് വരെ ഞാനൊരു പന്ന ചെറുക്കനായിട്ട് ജീവിച്ചതാണ്. എന്നെ അറിയാവുന്നവർ പോലും അറിയോ ചുമ്മാ പറയാമെന്ന്. ഞാൻ എൻ്റെ ട്യൂഷൻ ടീച്ചറിനെ കണ്ടു, ആലഞ്ചേരി മാധവൻപിള്ള സാറിനെ. ഞാൻ പറഞ്ഞു, സാറേ ഞാനൊരു പന്നച്ചെറു. അങ്ങനൊന്നുമല്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോലും വളരെ ഇന്നർ സർക്കിളിലുള്ള കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എപ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്ന്. അല്ലേ, ഒരു ദിവസം എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ചു പന്നൻ. കാരണം അമ്മച്ചി ഞാൻ ഫാത്തിമ കോളേജിൽ കൊല്ലത്ത് 3 മാസം പഠിച്ചതാണ്. ഞാൻ അവധിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അമ്മച്ചി എൻ്റെ നോട്ട്ബുക്കൊക്കെ നോക്കി, വല്ല പെമ്പിള്ളാരുടെ എഴുത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പം അതിനകത്ത് 3 പെമ്പിള്ളാരുടെ ഫോട്ടോ കണ്ടു. ലളിത, പത്മിനി, രാഗിണി. 3 സഹോദരിമാരാണ്, നൃത്തക്കാരാണ്. അവർ നൃത്തം ചെയ്ത ഒരു പടം ഏതോ ഒരു വീക്കിലിയിൽ വന്നത് എൻ്റെ അമ്മാച്ചൻ്റെ മോളുടെ കയ്യിലുണ്ടായിരുന്നു, കുഞ്ഞുമാമയുടെയിൽ. എനിക്ക് ഡാൻസ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചെൻ്റെ ഇതിനകത്ത് വെച്ചു. അല്ലാതെ 15 വയസ്സുള്ള എനിക്ക് അന്നത്തെ കാലത്ത് 15 വയസ്സെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് 8 വയസ്സിൻ്റെ പോലും പ്രായമില്ല. അതുകൊണ്ട് വെച്ചല്ല. പക്ഷേ അമ്മച്ചി ആ പെമ്പിള്ളാരുടെ പടം കണ്ടോ പറഞ്ഞു പന്നൻ. അല്ലേ, ഞാൻ പട്ടാളത്തിലായിരിക്കുമ്പോൾ, ഡൽഹിയിലെ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഓഫീസർ ക്യാപ്റ്റൻ കുന്ദർലാൽ എന്നെപ്പറ്റി വലിയ മതിപ്പ്.
എൻ്റെ കണക്കൊന്നും നോക്കാൻ വരത്തില്ലായിരുന്നു. കാരണം ഏറ്റവും നല്ലതായിട്ട് ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഞാൻ കണക്കിനകത്ത് ഏതോ കുരുത്തക്കേട് കാണിച്ചത് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞു, യു ആർ എ ഫേക്ക് എന്ന് പറഞ്ഞാൽ നീ കളിപ്പിരികാരനാണ്, നീ യാഥാർത്ഥ്യമല്ല അല്ലേ, അദ്ദേഹം പറഞ്ഞൊരു വായം. പിന്നെ ഞാൻ പട്ടാളത്തിലെ സാധനങ്ങൾ മോഷ്ടിക്കുമായിരുന്നു, ഡീസൽ മോഷ്ടിക്കുമായിരുന്നു. അപ്പം ഞാനൊരു കള്ളനായിരുന്നു. പലരും വിചാരിക്കുന്നില്ല ഓഫീസിലിരിക്കുന്ന ഒരു കടലാസ് മോഷ്ടിച്ചാൽ കള്ളനാകുമെന്ന്. എത്ര മോഷണം നടത്തുന്ന ഒരാൾ കള്ളനാകും. അപ്പോൾ ഞാൻ കള്ളനായിരുന്നു, ഞാൻ കള്ളുകുടിയനായിരുന്നു, ഭാര്യ അടിക്കുന്നവനായിരുന്നു, അമ്മയും അപ്പനെയും കരയിക്കുന്നവനായിരുന്നു. അപ്പോൾ ഞാനൊരു പന്നച്ചെറുക്കനായിരുന്നു. എന്നാൽ 1971 ഒക്ടോബർ മാസം 1-ാം തീയതി ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എനിക്കെൻ്റെ പട്ടാള ക്യാമ്പിലും മാന്യതയായി, അസാധാരണമായ മാന്യതയായി. എൻ്റെ ഓഫീസർ ഗംഗുളി എഴുതി തന്നു ഒരു കടലാസിനകത്ത്. ഞാനത് സൂക്ഷിച്ചില്ല, എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. പറഞ്ഞു ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് എഴുതി തന്നു അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നത്, യേശു നമ്മുടെ ഉള്ളിലുള്ളതിനാലാണ് നമുക്ക് മാന്യത ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബ മഹിമ കൊണ്ടല്ല, നമ്മുടെ പണം കൊണ്ടല്ല, നമ്മുടെ ഉയർന്ന ജോലി കൊണ്ടല്ല, നമ്മുടെ സൗന്ദര്യം കൊണ്ടല്ല, നമ്മളിലുള്ള ക്രിസ്തു മുഖാന്തരം. അപ്പോൾ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിലാക്കി തീർക്കുവാൻ ശ്രമിക്കാം. ദേശമെങ്ങും സൗന്ദര്യം പരത്തുവാൻ കഴിവുള്ള കസ്തൂരി എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാതെ ഓടി നടക്കുന്ന കസ്തൂരിമാനോട് കബീർദാസ് എന്ന ഭക്തകവി പറയുന്നു, കസ്തൂരിമാനെ, കസ്തൂരി നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പ്രിയ കൂടപ്പറപ്പേ, നിൻ്റെ ഉള്ളിലും മഹത്വമുണ്ട്. മഹാനായവൻ നിൻ്റെ ഉള്ളിലുണ്ട്. ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ സമർപ്പിച്ച് അവനെ കുറെ കൂടി സ്നേഹിച്ച് അവൻ്റെ വചനം പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ക്രിസ്തു എന്ന സൗരഭ്യത്തെ ചുമക്കുന്ന നമുക്ക് അവൻ്റെ സൗരഭ്യത്തെ ലോകത്തിൽ പരത്തുവാൻ കഴിയണം. നമ്മുടെ വീട്ടിൽ പരത്തണം, നമ്മുടെ സഭയിൽ പരത്തണം, നമ്മുടെ നാട്ടിൽ പരത്തണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.